ശ്രീ ജുനൈദ് കൈപ്പാടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ. നാളെ പാർട്ടിയുടെ ഒരു ബഹുജന സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ സഖാക്കൾ ഇതുപോലെ ഒരു സ്തുതിഗീതം പിണറായി വിജയന് വേണ്ടി എഴുതണമോ അല്ലെങ്കിൽ പാടണമോ എന്നുള്ളതാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണോ? ഇന്നത്തെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വാഴ്ത്തുപാട്ട്, സ്തുതിഗീതം പാടി അല്ലെങ്കിൽ നാളെ പാടാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ ആകെ ചർച്ച. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തെ ചേർത്ത് പിടിച്ച് കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ നിരുപാധികം ഈ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആകുലപ്പെടുന്നത്, ഉത്കണ്ഠപ്പെടുന്നത് ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും പിണറായി വിജയന്റെ ഈ ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ ഒരു ജൈത്രയാത്രയെ അങ്ങേയറ്റം ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. അപ്പം മാധ്യമങ്ങള് അധിക്ഷേപകരമായി അതല്ലെങ്കിൽ വലതുപക്ഷ സമീപനം അധിക്ഷേപകരമായി മാറുമ്പോൾ അതിനിടയിൽ ഒരു സ്തുതിഗീതം എന്ന് നിങ്ങൾ പറയാണ്, വാഴ്ത്തുപാട്ട് എന്ന് നിങ്ങൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ്. സത്യത്തിൽ പുതിയ കാലത്തെ സംഘടനകളുടെയും മറ്റൊക്കെ പ്രചാരണത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി സമരധീര 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 സാരഥി പിണറായി വിജയൻ ചെമ്പടയ്ക്ക് കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാ പാതകളെ ദുരിതപൂർണ്ണ ജീവിതം കുടുംബബന്ധമൊന്നിലും തടസ്സമല്ല തോൽക്കണം സമരജ്വാലയിലെ പഠനകാലമാകെയും വർഗബോധധാരയിൽ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജുനൈദ് കൈപ്പാടി ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ചർച്ചയിൽ. ശ്രീ ജുനൈദ് കൈപ്പാടി, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ അത് ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നത്. അതായത് പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വ്യക്തിപൂജയ്ക്ക് അതീതരാകണം എന്നുള്ളതായിരുന്നല്ലോ. വളരെ പണ്ട് നേതാക്കളുടെ ഫോട്ടോകൾ ഫ്ലെക്സായി പ്രിന്റ് ചെയ്യുന്നതിൽ വലിയ തരത്തിലുള്ള നിബന്ധനകളും ഉണ്ടായിരുന്നു. പിന്നീട് പി ജയരാജന് അനുകൂലമായി ഇങ്ങനെ ഒരു സ്തുതിഗീതം ഉണ്ടായപ്പോൾ പാർട്ടി ശാസിക്കുകയും വ്യക്തിപൂജ പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാറി ഇതാ പിണറായി വിജയനായി ഒരു വാഴ്ത്തുപാട്ട് സ്തുതിഗീതം ഉയരുകയാണ്. എന്താണ് നിങ്ങളുടെ പുതിയ നിലപാടാണ്? ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ, അഭികാമ്യമാണോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അല്ല, ഇതൊരു പുതിയ നിലപാടിന്റെയോ മറ്റൊന്നുമല്ല. ഇതൊക്കെ തീർത്തും മാധ്യമങ്ങളുടെയും നിങ്ങളെ പോലെയുള്ള ആളുകളുടെയൊക്കെ വ്യാഖ്യാനങ്ങളാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടതുപക്ഷ എനിക്കിങ്ങനെ തുടർച്ചയായി ഇടപെടുന്നത് കൊണ്ട് അങ്ങേക്ക് വിഷമമൊന്നും തോന്നരുത്. അല്ല, എന്താണ് മാധ്യമങ്ങൾ ഇതിൽ എന്ത് കാര്യമാണ് പടച്ചുവിട്ടത്? ഈ പാട്ടിൽ, ഈ ഗാനത്തിൽ എന്താണ് മാധ്യമങ്ങൾ കൂട്ടിച്ചേർത്തത്? എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. നാളെ നടക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ്
അസോസിയേഷനുമായി ഒരു ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ ജീവനക്കാരുടെ ഒരു പ്രസ്ഥാനത്തിന്റെ മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി നാളെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രവർത്തകർക്കും അതിന്റെ അംഗങ്ങൾക്കും ഒരു ആവേശമുണ്ടാക്കുക എന്നുള്ളതും മുഖ്യമന്ത്രിക്ക് ഒരു സന്തോഷമുണ്ടാക്കുക എന്നൊക്കെയുള്ള രൂപത്തിൽ പുതിയ കാലത്തെ ഒരു പ്രവണതക്കനുസരിച്ചുള്ള ഒരു ഗാനം സെറ്റ് ചെയ്തു. ഇത് സർവീസ് സംഘടനയാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ടവർ നേതൃത്വം നൽകുന്ന സർവീസ് സംഘടന. അവിടെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ, സ്തുതിഗീതം, വാഴ്ത്തുപാട്ടൊക്കെ ഉണ്ടാവുന്നത്. അതിലൊരു അസ്വാഭാവികതയും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഈ പാട്ട് ഇന്ന് കേരളം മുഴുവൻ കേട്ടല്ലോ. ഈ പാട്ട് കേട്ട് നിങ്ങളെ പോലെയുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാര് മാത്രം അതിന് സ്തുതിഗീതമെന്നും വാഴ്ത്തുപാട്ടുമെന്നും അഭിസംബോധന ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു. CPM ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPM ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങൾ ചില മാധ്യമങ്ങൾ അല്ലേ, ഞങ്ങൾ ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങളടക്കം കൈരളിയും ദേശാഭിമാനിയും നിങ്ങളടങ്ങുന്ന ആളുകളുമടക്കം ഇതിനെ എങ്ങനെയാണ് പറയുന്നത്? ഈ പാട്ടിനെ പറയൂ. ഈ പാട്ടിനെ കേവലം ഒരു വിപ്ലവാഭിവാദ്യ ഗാനം, ഒരു സ്വാഗത ഗാനം എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ വ്യക്തിപൂജയുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പിണറായി വിജയനെ വാഴ്ത്തിപ്പാട്ടുന്നത് എങ്ങനെയാണ് വിപ്ലവ ഗാനമാവുക? പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ അല്ല അവിടെ വാഴ്ത്തിപ്പാട്ടുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് പാട്ടിന്റെ വരികളൊന്നും ശ്രദ്ധിച്ചില്ലേ? പാട്ടിന്റെ വരികൾ എന്തുമാവട്ടെ, ആ വരികൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി മനോഹരമായി ഭംഗിയായി ഈ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഇതാ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന് മാന്യവും ഏറ്റവും സവിശേഷവുമായ ചില വിശേഷണങ്ങൾ കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇതൊരു വ്യക്തിപൂജയായി നിജപ്പെടുത്തുകയോ പരിമിതപ്പെടുത്തുകയോ അങ്ങനെ ഈ വ്യാഖ്യാനം എന്തുകൊണ്ട് പി ജയരാജന്റെ വിഷയത്തിലും VS അച്യുതാനന്ദന്റെ കാര്യത്തിലും നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നോ ഇന്നോ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വ്യക്തിപൂജക്ക് നിന്നുകൊടുക്കുക അല്ലെങ്കിൽ വ്യക്തി പൂജയിൽ കേന്ദ്രീകൃതമായ സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പൊതു സമീപനമല്ല. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി സ്വാഭാവികമായും പാർട്ടിയുടെ മുന്നണിയുടെ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമാകുമ്പോൾ ആ പുതിയ കാലത്തെ സംഘടനാ പ്രചരണത്തിന്റെയും പുതിയ കാലത്തെ ഒരു പ്രവണതയുടെയും ഒക്കെ ഭാഗമായി ഒരു സ്വാഗതഗാനം ആലപിക്കുക എന്ന് പറയുന്നത് അത്ര തെറ്റായി സ്വാഗതഗാനം എഴുതുന്നതിനോ പറയുന്നതിനോ പാട്ട് പാടുന്നതിനോ തെറ്റായി ഞങ്ങളും വ്യാഖ്യാനിക്കില്ല. നിങ്ങൾ പറയുന്ന ഭാഷയിൽ ചില മാധ്യമങ്ങൾ, ഞാനടങ്ങുന്ന ചില മാധ്യമങ്ങൾ അങ്ങ് വ്യാഖ്യാനിക്കുന്നില്ല. അതായത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പാട്ടല്ല, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തിയ ഗാനവുമല്ല ഇത്. അതായത് ഒരു സർവീസ് സംഘടനയുടെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടാണ്. സർവീസ് സംഘടനയുടെ വിപ്ലവ പാരമ്പര്യമല്ല ഈ ഗാനത്തിൽ വിളിച്ചു പറയുന്നത്. ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന വരികളാണ് ഇതിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാറുന്ന കാലത്തിന്റെ അല്ലെങ്കിൽ നവകേരളത്തിന്റെ ഒരു സൃഷ്ടിയായി നിങ്ങൾക്ക് ഇതിനെ ഈ ഘട്ടത്തിൽ എങ്ങനെ, അതായത് ഞാൻ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു ഒരു നവകേരള സൃഷ്ടിക്കായി കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ ഇകഴ്ത്തുകയാണോ വേണ്ടത്? ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇകഴ്ത്തുകയാണോ, അധിക്ഷേപിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംവിധാനത്തെ, ഒരു ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും അതിന് പ്രചോദനമാകുന്ന രൂപത്തിൽ ഈ പിണറായി വിജയൻ വലിയ മഹാകാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വരും സർവീസ് സംഘടനയുടെ ഒരു ഗാനമായി ഇതിനെ ചിത്രീകരിക്കാനോ പറയാനോ കഴിയുകയില്ല. കൃത്യമായി ഇതിൽ പിണറായി വിജയൻ ചെമ്പടയുടെ കാവലാളായി എന്ന് തുടങ്ങുന്ന വരിയിലടക്കം പ്രധാനപ്പെട്ട ആ വരിയിലടക്കം 100% പിണറായി വിജയൻ ചെമ്പടയുടെ കാവലാൽ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും കേരളത്തിലെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനുമില്ല. കാരണം അദ്ദേഹം ചെമ്പടയുടെ നിലപാട് മാറിയോ? അതാണ് എന്റെ ചോദ്യം. അത് അംഗീകരിച്ചാൽ മതി. ഇതിലിപ്പോ നിങ്ങൾ പറയുന്ന പോലെ നിലപാട് മാറ്റത്തിന്റെ ഒരു വശവും ഒരു തലവും ഈ പാട്ടിനോ ഈ പാട്ടുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങൾക്കൊന്നുമില്ല. നാളെ നടക്കുന്ന ഒരു സർവീസ് സംഘടനയുടെ മന്ദിരോദ്ഘാടനത്തിന് ബഹുമാന്യനായ ഇടതുപക്ഷത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി നാളെ വരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു വിപ്ലവാഭിവാദ്യം എന്നുള്ള നിലയ്ക്ക് ഒരു പാട്ട്
ചിട്ടപ്പെടുത്തുന്നു, ആ പാട്ട് അവിടുന്ന് പാടുന്നു. വളരെ പെട്ടെന്ന് ചർച്ചയിലെ രണ്ടാം ഘട്ടത്തിലേക്ക് ഒരു അതിഥി ഒരു പരിപാടിയിൽ വരുമ്പോ ഇകഴ്ത്തി പാടുകയാണോ വേണ്ടത്? അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടത് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിച്ചാണോ? നിങ്ങളോടാണ് എന്റെ ചോദ്യം. ഒരു അതിഥി പരിപാടിയിൽ വരുമ്പോൾ ഈ പാട്ട് വേണമെന്ന കർശന നിയമമുള്ളത് നിങ്ങൾക്കുണ്ടോ? സംസ്കാരമാണ്. ഒരു അതിഥി ഒരു സദസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് സ്വാഗതം പറയുക, സ്വാഗതം പാടുക എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ സവിശേഷമായ ഒരു സംസ്കാരമാണ്. പൊതുപരിപാടികളോട് ഒരു അല്ല, ആ സവിശേഷമായ സംസ്കാരം പണ്ടില്ലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ തിരുത്തിയ പാർട്ടിക്ക് അന്ന് വിവേകം ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. പി ജയരാജനെ പോലെ ഇത്തരത്തിലുള്ള വാഴ്ത്തലുകളും പി ജയരാജനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയൊക്കെ നടത്തിയപ്പോൾ, വി എസ് അച്യുതാനന്ദനെ അടക്കം അങ്ങനെയൊക്കെ നടത്തിയപ്പോൾ പാർട്ടിക്ക് വിവേകം അന്നുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. അതാണ് ഉയരുന്ന ചോദ്യം. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ശ്രീ ജുനൈദ് കൈപ്പാണി, ഇതിൽ അത്തരത്തിലൊരു താരതമ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, താരതമ്യം വേണം. നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് നിലപാടില്ലായ്മയല്ലേ വിളിച്ചു തോന്നുക? നിലപാടില്ലായ്മയല്ലേ പ്രശ്നം? സംഘടനാ പ്രവർത്തകരും ഒക്കെ മാറുന്നു. അല്ല, നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിനെ നിങ്ങൾ ഒരു ചരിത്രവുമായി ചേർത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീ ജുനൈദ് കൈപ്പാണി. നിങ്ങൾക്ക് നിലപാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിലപാട് എന്ന് പറയുന്നത് ആളുകളെ നെഗറ്റീവായി സമീപിക്കുക എന്നുള്ളതാണ് നിലപാട്. അല്ല, ഈ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, പി ജയരാജനും വി എസ് അച്യുതാനന്ദനെയും തിരുത്തിയ പാർട്ടിയാണ്. ഇങ്ങനെയല്ല ഈ പാർട്ടിയുടെ രീതി എന്ന് പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ നയം മാറിയോ, നിലപാട് മാറിയോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞു വരുന്നത് ഈ പാർട്ടി രൂപപ്പെടുത്തിയതും ചിട്ടപ്പെടുത്തിയതും പിണറായി വിജയനാണ് എന്ന രൂപത്തിലേക്കാണ് നിങ്ങളുടെ സംസാരം വരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ശ്രീ ജുനൈദ് കൈപ്പാണി. ഞാൻ വളരെ വേഗം തിരിച്ചെത്താം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ഒരു ഇടവേള.